ഹലോ, ഓവനൊന്നും യൂസ് ചെയ്യാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു കേക്ക് ഉരുളിയിൽ വെച്ചാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഓവനൊന്നും ഇല്ലാതെ എങ്ങനെ എളുപ്പത്തിൽ ഒരു കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കാൻ നോക്കാം. 1 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര, ഇത്രയും ചേർത്ത് 2-3 തവണ അരിച്ചെടുത്തിട്ടുള്ള ഒരു മിക്സ് റെഡിയാക്കാം. 1 ഗ്ലാസ് അളവിൽ പാലെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇതിന് പകരം തിളപ്പിച്ചാറിയ വെള്ളവും ഉപയോഗിക്കാം. ആദ്യം തന്നെ ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. 1 കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഓൾറെഡി ഷുഗർ ആഡ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഇതിലേക്ക് എക്സ്ട്രാ ഷുഗർ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. വിപ്പിംഗ് ക്രീം നിങ്ങൾ ഷുഗർലെസ് ആയിട്ടുള്ളതാണ് എടുക്കുന്നതെങ്കിൽ അതിൽ ബീറ്റ് ചെയ്യുന്ന സമയത്ത് 1/2 കപ്പോ അതല്ലെങ്കിൽ 1 കപ്പോ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരു 10 മിനിറ്റോളം മീഡിയം സ്പീഡിലിട്ടിട്ട് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തെടുത്ത ക്രീം ഫ്രീസറിൽ വെക്കാം. കേക്ക് ബാറ്റർ റെഡിയാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ 3 മുട്ട ഇതുപോലെ പൊട്ടിച്ചെടുക്കാം. മുട്ട എടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഡയറക്റ്റ് ഉപയോഗിക്കാതിരിക്കുക. 1/2 kg വരുന്ന ഒരു കേക്കിൻ്റെ അളവാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ 1 kg കേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് ഒന്ന് ഡബിളാക്കി എടുക്കുക. മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ എടുക്കുന്ന പാത്രവും അതുപോലെ മറ്റു ടൂൾസൊക്കെ ഒട്ടും നനവില്ലാതെ നല്ല ഡ്രൈ ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചതിലേക്ക് വാനില എസൻസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഞാൻ ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഒരു തവി വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ബാക്കി വന്നിട്ടുള്ള മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള പാൽ ഈ ഒരു സമയത്ത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അത് ചേർക്കുന്ന സമയത്ത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. കാരണം നമ്മുടെ ബാറ്റർ ഒരുപാട് ലൂസാവാൻ പാടില്ല. 2 സ്പൂൺ റിഫൈൻഡ് ഓയിൽ, സൺഫ്ലവർ ഓയിലും ചേർത്ത് വീണ്ടും ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി കൂടുതൽ സമയം ബീറ്റ് ചെയ്യേണ്ടതില്ല. ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ കേക്ക് ടിന്നിലേക്ക് മാറ്റുന്നതിന് മുമ്പായിട്ട് ഞാനിതിൽ അല്പം നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം ബട്ടർ പേപ്പർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ബാറ്റർ കേക്ക് ടിന്നിലേക്ക് മാറ്റിയ ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇന്നത്തെ കേക്ക് ബേക്ക് ചെയ്യുന്നതിലെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഈ ഉരുളി തന്നെയാണ്. ഉരുളിയിലും അതുപോലെ കുക്കറിലും ഞാൻ ഇതുപോലെ ബേക്ക് ചെയ്തെടുക്കാറുണ്ട്. അതിന് ആദ്യം തന്നെ കല്ലുപ്പ് കുറച്ച് ഇതുപോലെ മുകളിൽ വിതറി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതൊന്ന് നല്ലപോലെ ലെവൽ ചെയ്തെടുക്കുക. ഒരു 25 മുതൽ 30 മിനിറ്റ് വരെയാണ് നമ്മളിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് മുകളിലായിട്ട് ഇതുപോലെ ഒരു റിങ് വെച്ച് കൊടുക്കാം. വേണമെങ്കിൽ ഇതൊന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഞാനതൊന്നും ചെയ്യുന്നില്ല. നമ്മുടെ കേക്കിൻ്റെ ടിന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കുവാണ്. അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു അടപ്പ് വെച്ച് കൊടുത്തു. ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കും. മുകളിൽ അടപ്പ് വെച്ച് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലായിട്ട് എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കേക്ക് വെന്തോന്ന് അറിയാനായിട്ട് നമുക്കിതുപോലെ സ്റ്റിക്ക് വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. കുക്കായോ എന്ന് അറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നടുഭാഗം കുഴിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം ചൂട് കുറച്ച് തണിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതുപോലെ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കുന്നതിനായിട്ട് ചോക്ലേറ്റ് നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഒരു പാത്രത്തിൽ തിളച്ച വെള്ളം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് വെച്ച പാത്രം വെച്ച് കൊടുക്കുക. കൂടെ 2 സ്പൂൺ പാലും കൂടി ചേർത്തു. കേക്ക് ഇളകി പോകാതിരിക്കാനായിട്ട് കേക്ക് ബോർഡിൽ ആദ്യം തന്നെ ഇതുപോലെ ക്രീം വെച്ച് കൊടുക്കാം. കേക്ക് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ എടുക്കുമ്പോൾ കേക്ക് മുറിഞ്ഞു പോവാതെ നോക്കണം. ഓരോ ലെയറിലും ഇതുപോലെ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് റെഡിയാക്കുന്നതിനായിട്ട് 1/2 കപ്പ് വെള്ളത്തിൽ 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പാച്ചുല വെച്ച് നമുക്കിത് ലെവൽ ചെയ്തെടുക്കാം. കയ്യിൽ സ്പാച്ചുല ഇല്ല എങ്കിൽ ഞാനിതൊരു നീളമുള്ള കത്തി വെച്ചിട്ടാണ് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ആവശ്യത്തിന് വീട്ടിലേക്ക് വേണ്ടി ചെയ്തെടുക്കുന്ന ഒരു കേക്ക് ആയതുകൊണ്ട് തന്നെ അത്ര ഫിനിഷിംഗ് ഒന്നും കൊടുത്തിട്ടില്ല. ആയിട്ട് നമ്മൾ കാണുന്ന ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഒരു ഡിസൈനൊന്നല്ല ഞാൻ കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ക്രം കോട്ട് ചെയ്തതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ ചോക്ലേറ്റ് ഗനാഷ് ഒരേ ലെവലിൽ എല്ലായിടത്തേക്കും സ്പ്രെഡായി പോകും. അങ്ങനെ അല്ലാത്തത് കൊണ്ട് കേക്ക് ജസ്റ്റ് ഒന്ന് ചെരിച്ചൊക്കെ കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് എല്ലായിടത്തേക്കും സ്പ്രെഡ് ആയിക്കോളും. അതല്ലാതെ നിങ്ങൾ അതിൻ്റെ മുകളിൽ കത്തിയോ സ്പാച്ചുലയോ ഒന്നും വെക്കേണ്ടതില്ല. ഇതുപോലൊരു ടോപ്പറും കൂടി വെച്ച് സെറ്റ് ചെയ്തെടുത്താൽ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാണ്. സൈഡിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്തെടുക്കാം.
ഏറ്റവും സിമ്പിളായിട്ട് കയ്യിലുള്ള ടൂൾസ് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ടുള്ള കേക്ക് എങ്ങനെ ബേക്ക് ചെയ്തെടുക്കാമെന്ന് കണ്ടല്ലോ. ഇനി നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്.